നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല ഗവൺമെന്റ് ആശുപത്രി പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രവർത്തനം അടിയന്തരമായി നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിലേക്ക് മാറ്റാൻ VT ബൽറാം MLA വിളിച്ചു ചേർത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ജനപ്രതിനിധി യോഗത്തിൽ തീരുമാനമായി. കെട്ടിട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ അനുവദിച്ച 12 കോടി രൂപയിൽ നിന്നും 9 കോടിക്കുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ആരോഗ്യവകുപ്പിന് കെട്ടിടം കൈമാറി. ബാക്കി വരുന്ന പ്രവൃത്തികൾ പ്രവേശന കവാടം ഉൾപ്പെടെ ചുറ്റുമതിൽ നിർമ്മാണം, പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് വൈദ്യുതി കണക്ഷൻ, അപ്രോച്ച് റോഡ് നിർമ്മാണം, കെട്ടിടത്തിന് മുൻവശത്ത് കട്ടവിരിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ ഉടൻ നടത്തുവാനും MLA നിർദ്ദേശം നൽകി. താൽക്കാലിക കണക്ഷൻ നൽകി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിലേക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മാറ്റാൻ കഴിഞ്ഞ ദിവസം ചേർന്ന HMC കമ്മിറ്റി തീരുമാനം നടപ്പിലാക്കും. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, വൈസ് പ്രസിഡന്റ് K സുജാത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനീസ് മാട്ടായ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ദിവ്യ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്തിൽ അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രമോദ്, പഞ്ചായത്ത് അംഗം രേഖ മണികണ്ഠൻ, മെഡിക്കൽ ഓഫീസർ ബിജുമോൻ ജോസഫ്, PWD കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ SS ബാബുരാജ്, PWD ജില്ലാ ഇലക്ട്രിക് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ M സുരേഷ് ബാബു, KSCB തൃത്താല അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനീഷ്, PV മുഹമ്മദ് അലി, M മണികണ്ഠൻ, E രാജേഷ് എന്നിവർ സംബന്ധിച്ചു. ഏതാണ്ട് 1.5 കോടിയോളം രൂപയുടെ ചുറ്റുമതിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിലേക്കുള്ള അപ്രോച്ച് റോഡ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ നിലയിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിന് ഭരണാനുമതി നേടി എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. കൂറ്റനാട്ടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിട പരിസരം ഇന്നൊരു മിനി ബാർ സെറ്റപ്പിലാണ്. പൊതുഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം പൊതുജനത്തിന് ഉപകാരപ്രദമായി മാറിയില്ലെങ്കിലും മദ്യപാനികൾക്കും സാമൂഹ്യ വിരുദ്ധർക്കും താവളം ഒരുക്കുന്ന കാഴ്ചയാണ് ഇവിടെ എത്തിയാൽ കാണാനാവുക. ദീർഘദൂര വഴിയാത്രക്കാർക്ക് ആശ്വാസമേകാൻ 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഇന്ന് ആശ്വാസം നൽകുന്നത് മദ്യസംഘങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധർക്കുമാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ലഹരി നുണയാനെത്തുന്നവരുടെ ഇഷ്ടതാവളമാണ് ഈ കെട്ടിട പരിസരം. കെട്ടിടത്തിന്റെ പുറകുവശത്തെത്തിയാൽ പിന്നെ 4 വശത്തു നിന്ന് നോക്കിയാലും ഇവിടെ മനുഷ്യരുണ്ടെന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാനാവില്ല. ഈ അനുകൂല സാഹചര്യം മുതലെടുത്താണ് ഈ സ്ഥലം ഇപ്പോൾ ഇത്തരം സംഘങ്ങൾ താവളമാക്കുന്നതും. മദ്യപിച്ച ശേഷം ഇവർ വലിച്ചെറിയുന്ന കുപ്പികളും ഗ്ലാസുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതാണ് ഇവിടെ എത്തിയാൽ നമുക്ക് കാണാനാവുക. 2016 ഫെബ്രുവരി 28 അന്നത്തെ ടൂറിസം മന്ത്രി AP അനിൽകുമാർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 10 വർഷത്തോളമായിട്ടും അധികൃതരുടെ പിടിപ്പുകേട് മൂലം ഈ കെട്ടിടം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നു മുതൽ ഇന്നുവരെ ഒരൊറ്റ ദിവസം പോലും പ്രവർത്തിക്കാതെ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് വിശ്രമകേന്ദ്രം. പാലക്കാട് ജില്ലയ്ക്ക് ആദ്യം അനുവദിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതി കൂടിയാണ് കൂറ്റനാട്ടിലേത് എന്നതും ശ്രദ്ധേയമാണ്. ഇത്രയും വലിയൊരു പദ്ധതി തടസ്സമില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കാതിരുന്നതും അത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയതും നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പൊതുഖജനാവിൽ നിന്നും 40 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഈ പൊതുമുതൽ നിലവിൽ മദ്യപന്മാർക്കും സാമൂഹ്യ വിരുദ്ധർക്കുമാണ് തണലായി മാറുന്നത്. CPM നേതാവായിരുന്ന N ഉണ്ണികൃഷ്ണനെ ഓങ്ങല്ലൂരിൽ അനുസ്മരിച്ചു. CPM ജില്ലാ സെക്രട്ടറി PN സുരേഷ് ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി അംഗവും CITU നേതാവുമായിരുന്ന N ഉണ്ണികൃഷ്ണന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ഓങ്ങല്ലൂരിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാൻഡ് ഇവന്റ് സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണന്റെ ഒരു പ്രത്യേകത ഓരോ പ്രശ്നങ്ങളിലും വ്യത്യസ്തമാണ്. അതെല്ലാവർക്കും അത്തരം ഒരു കഴിവ് കിട്ടണമെന്നേ ഇല്ല. ആട്ടോ ടാക്സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും അതോടൊപ്പം തന്നെ CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, നിരവധി യൂണിയനുകളുണ്ട്. ഞാൻ ഇനിയിപ്പോൾ അടുത്തൊരു ദിവസം ഇന്നലെ നമ്മുടെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള സുബൈദ് സഖാവിൻ്റെ പ്രഭാഷണം കേട്ടപ്പോഴാണ്
കുറേ യൂണിയനുകളുടെ ചുമതല വഹിച്ചത് പറയുന്നത് കേട്ടത്. ഞാൻ പോലും അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്. LIC ഓർഗനൈസേഷൻ ഉൾപ്പെടെ, ഏജൻസ് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ, അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായി പ്രവർത്തിച്ചു, BDC ചെയർമാനായിട്ട് പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 18 വർഷക്കാലം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി, പിന്നീട് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായത് ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറിയായി ചിറ്റൂർ, എനിക്ക് തോന്നുന്നു ഞാനും വിനയേട്ടനും ഒരുമിച്ചാണ് തോന്നുന്നല്ലേ സെക്രട്ടറിമാരായിരുന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ ഒഴിയുന്ന സമയമാണ്. കുറച്ചുകൂടി ഉണ്ണിയേട്ടനുമായിട്ട് അടുപ്പം ഉണ്ടായി. ഏതൊരു കാര്യത്തെക്കുറിച്ചും വളരെ നന്നായി ആരുടെയും മുഖം നോക്കാതെ ചർച്ച ചെയ്യാൻ എല്ലാ കാലത്തും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K. ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി അംഗം സുബേദ ഇസാഖ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T. K. നാരായണദാസ്, NP വിനയകുമാർ, TV ഗിരീഷ്, PV രതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരുവിറ്റിക്കോട് ചെരിപ്പൂർ ചുണ്ടയിൽ ക്രിയേഷൻസിന്റെ ബാനറിൽ വിനീഷ ചുണ്ടയിൽ നിർമ്മിച്ച വാഴലിക്കാവിലമ്മ ശരണം സംഗീത ആൽബത്തിന്റെ പ്രകാശനം നടന്നു. ചെരിപ്പൂർ വാഴാലിക്കാവിൽ നടന്ന ചടങ്ങിൽ മുകുന്ദൻ പുളിക്കൽ പ്രകാശനം നിർവഹിച്ചു. മോഹൻ കറ്റശ്ശേരി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ആൽബത്തിന് ഷൊർണൂർ രവി ഗാനരചനയും റിനീഷ് അത്തോളി സംഗീതവും നിർവഹിച്ചു. വിനീഷ് ചുണ്ടയിൽ, രവീഷ് സുബ്രഹ്മണ്യൻ, ശിവരാമൻ, ഭക്തജനങ്ങൾ, ചുണ്ടയിൽ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ മറ്റൊരാളുടെ കൈകളിൽ കലാസൃഷ്ടികളാകുമ്പോൾ അത് വെറും കരകൗശലം മാത്രമല്ല, പ്രകൃതിയോടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ സന്ദേശം കൂടിയാണ്. വരവൂരിൽ പാഴ്വസ്തുക്കൾക്ക് പുതുജീവൻ നൽകി ശ്രദ്ധ നേടുകയാണ് സേതുമാധവൻ കിഴക്കൂട്ട്. വീടിന്റെ മുറ്റത്തെ ഒരു ചെറിയ കലാഗാലറിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ 62കാരൻ. പ്ലാസ്റ്റിക് കുപ്പികൾ, ടിന്നുകൾ, പഴയ പാത്രങ്ങൾ, ഉപയോഗശൂന്യമായ വസ്തുക്കൾ, പലർക്കും ഇവ മാലിന്യങ്ങൾ മാത്രമാണ്. എന്നാൽ വരവൂർ സ്വദേശിയായ സേതുമാധവൻ കിഴക്കൂട്ടിന് ഇവയൊക്കെയും പുതിയ സൃഷ്ടികൾക്ക് വഴിയൊരുക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. തന്റെ വീടിന്റെ മുൻവശം മുഴുവൻ പാഴ്വസ്തുക്കളിൽ തീർത്ത കരകൗശല നിർമ്മിതികളാൽ അലങ്കരിച്ചിരിക്കുകയാണ് അദ്ദേഹം. വർണ്ണശബളമായ പൂച്ചട്ടികൾ, വിവിധ ഇനങ്ങളിലുള്ള പക്ഷികളും മൃഗങ്ങളുടെയും രൂപങ്ങൾ, മനോഹരമായ അലങ്കാര വസ്തുക്കൾ. വീടിനു മുന്നിലൂടെ കടന്നുപോകുന്നവരുടെ കണ്ണുകൾ സ്വാഭാവികമായി ഈ കലാലോകത്തിലേക്ക് തിരിയും. പഴയ ഗ്ലാസ് കുപ്പികൾ ശേഖരിച്ച് അവയിൽ മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുന്നതും സേതുമാധവന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ കുപ്പിയും വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ പുതിയ ഭംഗി കൈവരിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ കലാസൃഷ്ടികളായി മാറുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് സാധനങ്ങളുണ്ടല്ലോ, ഈ ഫയലുകളുടെ ഇതുകളെല്ലാം വേസ്റ്റായി ഒഴിവാക്കുന്ന നമ്മളെ ഓഫീസുകളിൽ നിന്നെല്ലാം ഒഴുകുന്ന ഫയലുകളുടെയാണ്. ഈ ഫയലുകളെല്ലാം കൊണ്ടുവന്ന് വൃത്തിയാക്കി കഴുകി എടുത്തതിന് ശേഷം കട്ടിങ് ചെയ്ത് അതിൻ്റെ ഇതിനെ കട്ട് ചെയ്തതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ എല്ലാ ഷീറ്റുകളും, ഇതെല്ലാം ഷീറ്റുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ തെർമോക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആയിട്ട് വെച്ചിരിക്കുന്നത് തെർമോക്കോളാണ്. ഇത് LED ബൾബാണ്, വലിയ LED ബൾബ്. ഈ LED ബൾബ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇത് ചെറുതാക്കി എടുത്തിട്ട് ക്ലിയറും ചെയ്തിട്ട് ഇനി കൊക്കെല്ലാം നമ്മൾ ശരിയായിട്ടുള്ള ഇതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ടെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാം ഒന്നും ഇതിൽ നമ്മൾ പുതിയതായിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. എല്ലാം വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചീനഭരണി, മൺഭരണി തുടങ്ങിയവയിലും വർണ്ണാഭമായ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പഴമയും കലയും ഒരുമിക്കുന്ന ഈ സൃഷ്ടികൾ സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നവയാണ്. ഇതിൽ ഏറ്റവും കൗതുകമുണർത്തുന്നത് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച അക്വേറിയമാണ്. വീടിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഈ അക്വേറിയം കാണാനെത്തുന്നവർക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ സേതുമാധവൻ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ അവയെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പുനരുപയോഗത്തിന്റെയും പ്രാധാന്യം ലളിതമായി സമൂഹത്തോട് പങ്കുവയ്ക്കുകയാണ് സേതുമാധവൻ. നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്, ഉപയോഗം ഇല്ലാതെ കൊണ്ടുപോയി എവിടെയോ പറമ്പിലോ പാടത്തോ വഴിയോരങ്ങളിലോ ഇടുന്ന കുപ്പികളാണ്. ആ കുപ്പികളാണ്. അപ്പോൾ അത്രയും നമ്മുടെ നാടിന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കൊറോണ സമയത്ത് പറഞ്ഞിരുന്നല്ലോ. എന്നമാതിരിയുള്ള രീതിയിൽ നമ്മുടെ നാടിനെ നന്നാക്കുന്ന രീതിയിൽ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗം
ഉപയോഗപ്പെടുത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കി അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഏത് പ്ലാസ്റ്റിക്കോ കുപ്പികളോ എന്ത് കണ്ടു കഴിഞ്ഞാലും ഏത് രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും. PVC പൈപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാക്കും. ഏത് കിട്ടിക്കഴിഞ്ഞാലും ശരി, അതിൻ്റെ രീതിയിൽ എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത് വെച്ചാൽ അതേമാതിരി നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകും. അതുകൊണ്ട് നല്ലൊരു ഇതുമാണ്. പഴയ സാധനങ്ങളാണ് എല്ലാം, പുതിയതായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വിട പറയാം ലഹരിയോട് കാത്തുരക്ഷിക്കാം നമ്മെ തന്നെ എന്ന പരിപാടിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നടന്നു. ചാലിശ്ശേരി റോയൽ ഡെന്റൽ കോളേജിൽ നടന്ന പരിപാടി ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ ഷൈജു ബാബു ഉദ്ഘാടനം ചെയ്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ എൻ ഷാജി തോമസ് ബ്രോഷർ കൈമാറി. റോയൽ ഡെന്റൽ കോളേജ് ചെയർമാൻ കല്ലായിൽ സെയ്ദു ഹാജി, മാനേജിംഗ് പാർട്ണർ PM സാബിർ, റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ N ജ്യോതിപ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. കേരള പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് ചാലക്കുടി, റോയൽ ഡെന്റൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മീര എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ഷാജി തോമസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി ക്വിസ് പ്രോഗ്രാം നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഗജപൂജയും ആനയൂട്ടും നടത്തി. വിളയൂർ കളരിബോധു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടത്തിയത്. ക്ഷേത്രം തന്ത്രി ആമിയൂർ മന രാമഭട്ടതിരിപ്പാണ്ടിന്റെയും മേൽശാന്തി പ്രകാശൻ എമ്പ്രാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രവാസി ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MT അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്ത് പ്രവാസി ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വല്ലപ്പുഴ ശിഹാബ്തങ്ങൾ റിലീഫ് സെല്ലിൽ വെച്ചാണ് നടത്തിയത്. മുസ്ലിം ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് MT അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിൻകുട്ടി അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KT കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. MT കുഞ്ഞുമുഹമ്മദ് ഹാജി, യാഹുട്ടി, കോയ, അഡ്വക്കേറ്റ് ജമാൽ, BS തങ്ങൾ, അപകടത്തിൽ മുഹമ്മദ് അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ക്യാബിനറ്റ് അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ഒരു ടൈമിലെങ്കിലും അവസരം തരണമെന്ന് പ്രവാസി ലീഗ് ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു വൺ ടൈം സെറ്റിൽമെന്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നിലവിൽ അറിവ് തികയാത്ത മുഴുവൻ ആളുകൾക്കും ചേരാനൊരു അവസരം ഉണ്ടാകും. അതിനു വേണ്ടിയുള്ള സമരത്തിലാണ് നിലവിൽ പ്രവാസി ലീഗ്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസമായി ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഈ ക്ഷേമനിധിയിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ ഒന്നും മുടങ്ങിയിട്ടുണ്ട്. അത് വാസ്തവമാണ്, മുടങ്ങിയിട്ടുണ്ട്. മറ്റ് പല കാര്യങ്ങളും ഒരു സർക്കാർ മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം മാത്രമാണത്. ആ പെൻഷൻ 3000 എന്നുള്ളത് മിനിമം 5000 ആകണമെന്നാണ് പ്രവാസി ലീഗ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ വിപുലമായ രൂപത്തിൽ കൂടുകയും വലിയ മോശമല്ലാത്ത രൂപത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ വല്ലപ്പുഴ പഞ്ചായത്ത് ഒരിക്കലും ബാക്കിലേക്കല്ല എന്നുള്ള രൂപത്തിൽ പ്രവാസി കമ്മിറ്റി ഇവിടെ വരികയും ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതിനോടുകൂടെ തന്നെ പ്രവാസികൾക്ക് ആവശ്യമായ പ്രവാസി അതോടെ തന്നെ KMCCയും കൂടി ഏകോപിച്ചുകൊണ്ട് ശിഹാബ് തങ്ങൾ ഏകോപിച്ചുകൊണ്ട് നമുക്ക് വലിയ പദ്ധതികളും വലിയ കാഴ്ചപ്പാടുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് അതൊക്കെ സാധാരണക്കാർക്ക്, പ്രവാസി സുഹൃത്തുക്കൾക്ക് ഗവൺമെന്റ് തലത്തിൽ നമുക്കറിയാം അധികാരം നമ്മൾക്കുണ്ട്. ഏതൊക്കെ നിലക്ക് ഏതൊക്കെ പ്രവാസി സുഹൃത്തിന് എന്തൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക്. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.